അപ്പോൾ നമ്മൾ ഒരു ചെറിയ എക്സ്പെഡീഷന് പോവാണ്. സരായ് ഖാലെ ഖാൻ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ, ഗേറ്റ് നമ്പർ 2. ഇവിടെ നിന്ന് ഉള്ളിലോട്ട് പോകണം. ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഡൽഹി മെട്രോ പറ്റിയുള്ള ആദ്യത്തെ ഒപ്പീനിയനാണ് ഫുള്ള് വൃത്തികേടാണ്. അല്ല, വൃത്തികേടാണ്. അവർ ഡു നോട്ട് എൻകറേജ് ബേഗേഴ്സിന് കൈ വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും മുറുക്കി തുപ്പേൻ്റെ സ്മെല്ലും ഒക്കെയാണ്. താഴെ ഒരുമാതിരി നമ്മുടെ സാധാരണ റെയിൽവേ സ്റ്റേഷൻ പോലെ ആൾക്കാർ അവിടെ ഇവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഡൽഹി മെട്രോൻ്റെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇവിടുത്തെ തിരക്കുണ്ടത് സെക്യൂരിറ്റി ചെക്കിനുള്ള തിരക്കാട്ടോ. കണ്ടിട്ട് എനിക്ക് പ്രാൻ നടക്കുന്നു. എന്നൊക്കെ കടന്ന് എങ്ങനെ പോവോ? സെക്യൂരിറ്റി ചെക്കിന് നല്ല ഭീകര തിരക്കായിരുന്നു. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ജസ്റ്റ് ടിക്കറ്റഡ് ഏരിയയിലോട്ട് കയറി. ടിക്കറ്റഡ് ഏരിയ കയറിയപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു ജംബോക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറി ഫുഡും എല്ലാം കഴിച്ചിട്ട് താവട്ടാണ് വെച്ചത്. ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ മെട്രോൻ്റെ മാപ്പ്. ഞാനിപ്പോൾ സരായ് ഖാലെ ഖാനിൽ നിൽക്കുന്നത്. ഏറ്റവും മുകളിൽ നമുക്ക് പോകേണ്ടത് ആനന്ദ് വിഹാറിലേക്കാണ്. ആനന്ദ് വിഹാർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ട് പോകുന്ന സാധനം എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകുന്ന ട്രെയിനാണോ? ബുരാരി, മോജ്പൂർ ബബർപൂരിലേക്ക് പോകുന്ന ട്രെയിൻ കാരണം നമുക്ക് ഇവിടുന്ന് 21 മിനിറ്റ് എടുക്കും. ഇങ്ങനെ താഴെ പോവാം. ഇതാണ് പ്ലാറ്റ്ഫോം. മോജ്പൂർ ബബർപൂർ ഇങ്ങോട്ട് പോകുന്ന ട്രെയിനാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം പറഞ്ഞല്ലോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു മെട്രോ പ്ലസ് RRTS റൈഡാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെ പോകുന്നുള്ളതൊക്കെ കാണാം. നല്ല അടിപൊളി തിരക്കുണ്ട് കേട്ടോ. നമ്മുടെ പ്ലാറ്റ്ഫോമിനൊക്കെ പ്ലാറ്റ്ഫോം സ്ക്രീൻ ഡോർസ് ഉണ്ട്. അപ്പോൾ ട്രാക്കിലോട്ട് ആർക്കും എടുത്ത് ചാടാനൊന്നും പറ്റില്ല. നല്ല തിരക്കാണ്. നമ്മുടെ ട്രെയിനിൽ 2 മിനിറ്റിൽ വരും എന്നാണ് പറയുന്നത്. അപ്പുറത്തെ ലൈനിൽ വണ്ടി വന്നു. നമ്മുടെ ലൈനിൽ വണ്ടി വരാറായിരുന്നു. കാര്യം ട്രെയിൻ വരുന്നത് നല്ല കാറ്റ് വരും. ഒരു അണ്ടർഗ്രൗണ്ട് ട്രെയിൻ വരുന്നുണ്ട്. ലൈറ്റ് കാണാം. അണ്ടർഗ്രൗണ്ടാണ്, നല്ലോണം കാറ്റ് വരും. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇതാര് ബിൽഡ് ചെയ്ത് എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നല്ല വണ്ടിയിലോട്ട് കയറാം. വലിയ തിരക്ക് വണ്ടിക്കകത്തില്ല. ബാക്കിലത്തെ കുറച്ച് നല്ല തിരക്ക്. അണ്ടർഗ്രൗണ്ട് സെക്ഷൻ, എലിവേറ്റഡ് സെക്ഷൻ കയറി. നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ ട്രെയിൻ ഇപ്പം എത്താറായി. ആനന്ദ് വിഹാർ ISBT. നമ്മൾ ISBTയിലേക്കല്ല, നമ്മൾ RRTSലേക്കാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡൽഹി മെട്രോ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് ഹുണ്ടായി റോട്ടം ബിൽറ്റ് ട്രെയിൻ സെറ്റായിരുന്നു കേട്ടോ. 6 കോച്ചാണ്. 6 കോച്ചാണോ 8 കോച്ചാണോ ശ്രദ്ധിച്ചില്ല. നമുക്ക് എന്തായാലും താഴെ പോയിട്ട് ഇനി RRTSൻ്റെ വിശേഷങ്ങൾ നോക്കാം. സൈനേജ് ഇത്തിരി മോശമാണ്. വലുതായിട്ട് സൈനേജിൽ ഇവിടെ ഉണ്ട്. നവഭാരത്, ആനന്ദ് വിഹാർ നവഭാരത്. ഇങ്ങനെ ഇറങ്ങി പോയി നോക്കാം എങ്ങനെ എങ്ങോട്ടോ എന്താണെന്നുള്ളതൊക്കെ പോയി നോക്കാം. അപ്പോൾ ഇതാണ് ആനന്ദ് വിഹാർ ISBT മെട്രോ സ്റ്റേഷൻ. ടുവേർഡ്സ് ആനന്ദ് വിഹാർ നവഭാരതിനെ കൈ വെച്ചിട്ടുണ്ട്. പോയി നോക്കാം. മൊത്തത്തിൽ സൈനേജസ് വളരെ മോശമായിട്ട് എനിക്ക് തോന്നുന്നു. ആനന്ദ് വിഹാർ ബസ് ടെർമിനലൊക്കെ എഴുതിയിട്ടുണ്ട്. RRTSൻ്റെ കഥ അങ്ങനെ കാര്യമായിട്ട് എഴുതി വെച്ചിട്ടില്ല അവർ. ഞാൻ ആ കണ്ട സൈനേജ് വഴി നടന്നു വന്നപ്പോൾ ആനന്ദ് വിഹാർ നവഭാരത് സ്റ്റേഷൻ ഇത് തന്നെയാണ് സംഭവം. NCRTC ആനന്ദ് വിഹാർ
ഇവിടെ നമുക്ക് മേരട്ട് സൗത്തിലേക്ക് ടിക്കറ്റ് എടുക്കാം. ഇവിടെ ഡെസ്റ്റിനേഷൻ ടൈം പ്ലാറ്റ്ഫോമിലൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഒന്ന് പോയി നോക്കാം. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് പോകണം. അപ്പോൾ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ടിക്കറ്റ് എടുക്കാനും താഴോട്ട് തന്നെ കാണിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് സഞ്ചരിക്കണം. കാരണം നമ്മുടെ അടുത്ത് കാർഡില്ല. ഓൺലൈൻ എടുക്കാൻ പറ്റും, പക്ഷേ ഫോർ ചേഞ്ച് നമുക്ക് ടിക്കറ്റ് മേടിക്കാം. ഞാൻ ഇങ്ങോട്ടൊന്ന് മെട്രോനും പേടിഎം വഴി ടിക്കറ്റ് എടുത്ത് വേറെ ടിക്കറ്റ് കൗണ്ടറിൽ വൻ ക്യൂ ആയിരുന്നു. അവിടെ കാർഡ്സ് ആൻഡ് ടിക്കറ്റ്സ് ആണ് കൗണ്ടർ. നമുക്ക് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം, മെഷീൻ വേണ്ട. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെ എന്താണെന്നൊക്കെ നോക്കാം. 130 രൂപയാണ് ടിക്കറ്റ്. 32 മിനിറ്റ് ട്രാവലിംഗ് ടൈമാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ട്രെയിനിൽ കയറിയിട്ട് പറയാം. നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ഇവിടെയാണ് പ്ലാറ്റ്ഫോം. സെക്യൂരിറ്റി ചെക്ക് ഒക്കെ ഉണ്ട് ഇവിടെ മെട്രോ പോലെ തന്നെ. ആക്സസ് കൺട്രോൾ ഗേറ്റ്സ് ആണ്, പറയേണ്ട ആവശ്യമില്ല. മെട്രോ പോലെ തന്നെയാണ് എല്ലാം. നമുക്ക് ട്രെയിനിലോട്ട് കയറാം. ബാക്കി ട്രെയിനിൽ കയറിയിട്ട് പറയാം. മെരട്ട് സൗത്ത് എത്ര നേരത്തെ ട്രെയിൻ വരുമെന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അവിടെ ജസ്റ്റ് മെരട്ട് സൗത്ത് എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്. ടുവേർഡ്സ് മോദിപുരം ആണ് ബോർഡ്. മെരട്ട് സൗത്ത് എന്ന് ഡിജിറ്റൽ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. PSD ആണ്. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം സ്ക്രീൻ ഡോർസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ട്രെയിൻ കാണാൻ പറ്റില്ല. തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം. ഇതാണ് മാപ്പ്. ഇതിലിപ്പോൾ ആനന്ദ് വിഹാറിൽ നിന്നുള്ള യാത്രയിലാണ് നമ്മൾ. ആനന്ദ് വിഹാറിൽ നിന്നാണ് നമ്മൾ വരുന്നത്. സറായ് ഖാൻ നിസാമുദ്ദീനോടുള്ള പണി കഴിഞ്ഞിട്ടില്ല. നമ്മളിതിൽ മെരട്ട് സൗത്ത് വരെ നമ്മൾ പോകും. അപ്പോൾ ട്രെയിൻ കയറി വരുന്നുണ്ട്. ബുള്ളറ്റ് ട്രെയിൻ പോലെ നല്ല ഭംഗിയുള്ള ട്രെയിനാണ് കേട്ടോ. വണ്ടി മൊത്തം കാലിയാണ്. നമുക്ക് ഉറപ്പായിട്ടും സീറ്റ് കിട്ടും. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ തിരക്കുണ്ട്. ഇത്രയും തിരക്ക് പ്രതീക്ഷയിലായിരുന്നു. വിചാരിച്ചതിനേക്കാളും ഒരുപാട് കൂടുതൽ തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് കയറാൻ. ഇനി നമോ ഭാരത് എന്ന് വലുതായിട്ട് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കയറിയിരുന്നെങ്കിൽ നമുക്ക് തോന്നുമ്പോൾ ഇഷ്ടമുള്ള സീറ്റിലിരിക്കായിരുന്നു. കിട്ടുന്നൊരു സീറ്റിൽ നമുക്ക് ഇരിക്കാം. പിന്നെ PSD മാത്രമേ ഓട്ടോമാറ്റിക് ഉള്ളൂ. കോച്ച് ഡോർ ഓട്ടോമാറ്റിക് അല്ല. കോച്ച് ഡോർ നമ്മൾ മാനുവലി തുറക്കണം. ആൾക്കാർ കയറി. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. ഇതൊക്കെ ഫുള്ളായി. ഇതാണ് എൻ്റെ എക്കണോമി സീറ്റ്. നല്ല അടിപൊളി സീറ്റുകളാണ്. ഇങ്ങനത്തെ സീറ്റുമുണ്ട്. നേരെ മുന്നോട്ട് നോക്കുന്ന ടൈപ്പ് സീറ്റുമുണ്ട്. എൻ്റെ പേരാണ് നമോ ഭാരത് ട്രാൻസിറ്റ് സർവീസ് ബൈ NCRTC. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോയിഷ് ബാനാണ്. ജർമ്മൻ റെയിൽവേസ് ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്ക് പണി നന്നായിട്ട് അറിയാമല്ലോ. ഒരു സീറ്റ് റിവ്യൂ വേണ്ട. ഇതാണ് സീറ്റ്. നല്ല അപ്രൈറ്റ് സീറ്റാണ്. ലെഗ് സ്പേസ് ഉണ്ട്. കണ്ടോ, ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട്. നമുക്ക് ഇത്ര പോലെ കാലിടിക്കുള്ളൂ. നല്ല സുഖമായിട്ടിരിക്കാം. ഒരു സീറ്റിന് സ്ലാൻഡിങ് തീരെ ഇല്ലെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ട് സെക്ഷനിലാണ് മുകളിലോട്ട് കയറുമെന്ന് വിചാരിക്കുന്നു. വണ്ടി ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് സെക്ഷനിൽ 83 കിലോമീറ്റർ പെർ അവറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എടുത്ത മൊബൈൽ ഫോൺ ചാർജിങ് പോയിൻറ്റ്, 2 ഫോൺ ചാർജ് ചെയ്യാനുള്ള സാധാരണ USB ടൈപ്പ് ചാർജിങ് പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. എല്ലാ സീറ്റിനും അതുണ്ട്. പിന്നെ ഇവിടെ ചെറുതായിട്ട് നമുക്ക് സാധനങ്ങൾ വയ്ക്കാനുള്ളൊരു 2 ആൾക്കാർ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതുള്ളതാണല്ലോ. മുകളിൽ സാധനം വയ്ക്കാനുള്ള റാക്കൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ ആവശ്യമില്ല. റാക്കോ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. സംഭവം മൊത്തത്തിൽ പൊളിയാണ്. നമ്മളിതുവരെ പുറത്തിറങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ടണലിനകത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ ടണലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇനി നമ്മൾ എലിവേറ്റഡ് സെക്ഷൻ വഴി പോകാം. അപ്പുറത്ത് വൈശാലി മെട്രോ സ്റ്റേഷൻ. ഈ ട്രെയിനിൽ നമ്മൾ 44.5 കിലോമീറ്ററാണ് യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് മേരട്ട് സൗത്തിലേക്ക് 44.5 കിലോമീറ്റർ. 44.5 കിലോമീറ്റർ ഉടനെ ഏകദേശം 32 മിനിറ്റോ മറ്റോ ആണ് ഇവർ പറയുന്നത് റണ്ണിങ് ടൈമാണ്. കാര്യം ഇത് 160 കിലോമീറ്റർ പെർ അവർ വരെ സ്പീഡിൽ ഓടാൻ പറ്റുന്നൊരു ട്രെയിനാണ്. നമ്മുടെ ടണലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചേട്ടൻ 100-ന് മേലെ കയറി കഴിഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോൾ പ്രീമിയം ക്ലാസ്സിൽ ടിക്കറ്റ് എടുക്കാമെന്ന് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രീമിയം ക്ലാസ്സും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഇത് എക്കണോമിക് ക്ലാസ്സാണ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് പ്രീമിയത്തിലും കൂടി യാത്ര ചെയ്യാം.
അപ്പോൾ ഇന്ത്യയുടെ സെൻസേഷനായ റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം അഥവാ RRTS, ഇപ്പോൾ നമ്മളിതിനെ നമോ ഭാരത് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. നമോ ഭാരത്തിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡൽഹിയിലുള്ള ആനന്ദ് വിഹാറിൽ നിന്നും ഉത്തർപ്രദേശിലെ മേരട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആനന്ദ് വിഹാറിൽ നിന്നും മേരട്ട് സൗത്തിലേക്കുള്ള RRTS ട്രെയിനിലാണ് എൻ്റെ ഇന്നത്തെ യാത്ര. നമ്മൾ ആനന്ദ് വിഹാറിൽ നിന്ന് കയറി ഇപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് സാഹിബാബാദിലേക്ക് എത്താണ്. അടുത്ത സ്റ്റോപ്പ് ഗാസിയാബാദാണ്. ഷഹീബാബാദിലേക്ക് എത്തുന്നു. ഏകദേശം 44.5 കിലോമീറ്റർ ദൂരം ആണ് ഈ വണ്ടി 30-35 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്ത് തീർക്കുന്നത്. 160 കിലോമീറ്റർ വരെ സ്പീഡിൽ പോകാൻ പറ്റുന്ന ഒരു ട്രെയിനാണിത്. ഈ RRTS എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നിലവിൽ ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ. ഇത് കേരളത്തിൽ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ അർബൻ അഫയേഴ്സ് മിനിസ്റ്റർ ഇത് എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് RRTS പണിയുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള സർക്കാർ സത്യം ആദ്യം ചെയ്യേണ്ട പണി ഈ RRTS എന്ന് പറയുന്ന സാധനം എത്രയും പെട്ടെന്ന് നടത്തിയെടുക്കുക എന്നുള്ളതാണ്. കാര്യം ഇത്രയും എഫിഷ്യൻ്റായിട്ടും ഫാസ്റ്റായിട്ടും യാത്രക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ട്രെയിനുകൾ വഴി എത്തുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ RRTS എന്ന് പറയുന്ന സാധനം എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ നമ്മൾ നടത്തിയെടുക്കണം. അതിനുള്ള ശുഷ്കാന്തി നമ്മുടെ സർക്കാർ കാണിച്ചേ പറ്റുള്ളൂ. RRTS എന്ന് പറയുന്നത് നമ്മുടെ സിൽവർ ലൈനിൻ്റെ ബദലല്ല. സിൽവർ ലൈൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എല്ലാ ജില്ലകളിലും ഓരോ സ്റ്റോപ്പ് മാത്രം ഉണ്ടായിരുന്നൊരു സർവീസാണ്. ഇതങ്ങനെയല്ല. ഇത് കുറച്ചധികം സർവീസ് ഉണ്ടാവും, കുറച്ച് ഗ്യാപ്പ് ഇട്ടായിരിക്കും കുറച്ചധികം സ്റ്റോപ്പ് ഉണ്ടാവും, ഗ്യാപ്പ് ഇട്ടായിരിക്കും സ്റ്റോപ്പ് ഉണ്ടാവുക. അപ്പോൾ യാത്രക്കാർക്ക് ഈ ലോക്കൽ നമ്മുടെ സാധാരണ പാസഞ്ചർ ട്രെയിനുകൾക്ക് വരാൻ കുറച്ചും കൂടി സ്പീഡിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ AC-ൽ യാത്ര ചെയ്യാം. ഇപ്പോൾ എറണാകുളത്തു നിന്ന് കോയമ്പത്തൂർക്ക് ഒരു RRTS സർവീസ് എന്ന് എനിക്കൊന്നൊരു 2 മണിക്കൂറിൽ ചിലപ്പോൾ അത് ഓടിയെത്തുമായിരിക്കും. അത്രയൊക്കെ ദൂരത്ത് അത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമല്ലേ. Next station is Ghaziabad Namo Bharat Station. यात्रियों से अनुरोध है कि ट्रेन में चढ़ते और उतरते समय अपने भीगे सामान जैसे साड़ी അവിടെ ഒരു അമൃത് ഭാരത് ട്രെയിൻ നടക്കുന്നു. गाजियाबाद नमो भारत स्टेशन दरवाजे बाईं तरफ खुलेंगे। कृपया ट्रेन में चढ़ते या उतरते समय ट्रेन और प्लेटफॉर्म के बीच की दूरी का ध्यान रखिए। दिल्ली मेट्रो की रेड लाइन के लिए यहाँ चेंज करें। ഡൽഹി മെട്രോയുടെ റെഡ് ലൈൻ കിട്ടുന്നു. Doors will open on the left. Please mind the gap between train and platform while boarding or deboarding train. Please change here for the Delhi Metro Red Line. ഗാസിയാബാദ് സ്റ്റേഷനാണ്. താഴെ റെഡ് ലൈൻ മെട്രോ സ്റ്റേഷൻ കാണും. എൻ്റെ പൊന്നു മാഷന്മാരെ കണ്ട് ഇങ്ങനത്തെ സ്പീഡിൽ നമ്മൾ മലയാളികൾക്ക് യാത്രയുണ്ട്. നമുക്ക് ഇന്ത്യൻ റെയിൽവേയുടെ പാസഞ്ചർ ട്രെയിൻ വേണമെന്ന് കറങ്ങിയിട്ട് മതിയാവും. ഇങ്ങനത്തെ സാധനങ്ങൾ കേരളത്തിലും വേണ്ട. കണ്ടോ 150 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ വേറെ എവിടെയാണ് സുഹൃത്തെ 150 പോകാൻ പറ്റുക? നിങ്ങൾക്ക് ട്രാക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല രസമുണ്ട്. ഇത് ആൽസ്റ്റോമാണ് ബോഡി കെട്ടിയിരിക്കുന്നത്. ശരിക്കും ബമ്പാഡിയറിനുള്ള കോൺട്രാക്റ്റ് ആയിരുന്നു. അപ്പോൾ ബമ്പാഡിയറിനെ ആൽസ്റ്റോം ടേക്ക് ഓവർ ചെയ്തപ്പോൾ പിന്നെ ആൽസ്റ്റോമാണിത് ടെൻഡർ കംപ്ലീറ്റ് ചെയ്തത്. ആൽസ്റ്റോം പണിത ട്രെയിനാണിത്. അടിപൊളി ഫിനിഷിങ്, സൂപ്പർ സാധനം കേട്ടോ. ശരിക്കും നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനത്തെ കൂടുതൽ വണ്ടികൾ കൂടുതൽ സ്ഥലത്ത് വേണം. नमो भारत में यात्रा करने के लिए धन्यवाद। दरवाजे बाईं तरफ खुलेंगे। कृपया सावधानी से उतरें। Doors will open on the left. Please deboard carefully. അപ്പോൾ നമ്മളങ്ങനെ മേരട്ട് സ്റ്റേഷനിലേക്ക് എത്തണം. മേരട്ട് സൗത്തിലേക്ക് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് അടുത്ത വണ്ടിക്ക് തിരിച്ച് നമുക്ക് പ്രീമിയത്തിൽ പോകും കേട്ടോ. ഇങ്ങോട്ട് നമ്മൾ എക്കണോമിയിൽ വന്നത്, തിരിച്ച് നമുക്ക് പ്രീമിയത്തിൽ പോകും. അപ്പോൾ ഇതൊരു കോമൺ സ്റ്റേഷനാണ്. ഇവിടെ മെട്രോയും ഇതും കൂടി വരുന്നൊരു കോമൺ സ്റ്റേഷനാണ്. മെട്രോ ഇതൊരു കമ്മീഷൻ ആയിട്ടില്ല. ഇത് മേരട്ട് മെട്രോൻ്റെ ട്രെയിനാണിത് കിടക്കുന്നത്. അത് മെട്രോ ട്രെയിനാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതാണ് നമ്മുടെ RRTS ട്രെയിനാണ്. 2 മാൽസ്റ്റോം തന്നെ നിർമ്മിച്ചത്. മെട്രോ ഓടി തുടങ്ങിയല്ലേ? ഞാൻ വിചാരിച്ചു മെട്രോ കമ്മീഷൻ ആയിട്ടില്ലെന്നാണ്. അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ അവസാനിക്കുകയാണ്.
ഇതൊരു ടെർമിനൽ സ്റ്റേഷനാണ്. ഇവിടെ എല്ലാവരും ഇറങ്ങിയേ പറ്റുള്ളൂ. നമ്മളുകൊണ്ട് ഇറങ്ങുക. ഓക്കെ, ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം. നമുക്കിനി തിരിച്ച് ഇതിന് പോകാം, നമ്മുടെ പ്രീമിയത്തിന് പോകാം. ബാക്കി വിശേഷങ്ങൾ തിരിച്ച് കയറിയിട്ട് പറയാം. പുറത്തിറങ്ങി കുറച്ച് വിഷ്വൽസ് എടുക്കാമെന്ന് വെച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല. തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ഭയങ്കര തിരക്ക്. പിന്നെ മെഷീനിൽ നിന്ന് എടുത്തേക്കാമെന്ന് വെച്ചു. തിരിച്ചു പോകുന്ന ടിക്കറ്റ് ഞാൻ എടുത്തു. പ്രീമിയം ക്ലാസ്സിൽ തന്നെ എടുത്തു. പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. വിശക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഒരു പഫ്സൊക്കെ തിന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. ട്രെയിൻ കിടക്കണം, നമുക്ക് അടുത്ത വണ്ടിക്ക് പോകാം അല്ലേ. പ്രീമിയമാണ് ഞാൻ എടുത്തത്. ലെഫ്റ്റ് സൈഡിലുള്ളത് മിററ്റ് മെട്രോയും റൈറ്റ് സൈഡിലുള്ളത് നമ്മുടെ RRTS ആണ്. ട്രെയിൻ ടെർമിനേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലോട്ട് നടക്കാം എന്തായാലും. പ്രീമിയം എവിടെയാണോ? സോറി, പ്രീമിയം അങ്ങേറ്റതാണ്. നമുക്ക് പ്രീമിയത്തിലോട്ട് നമുക്ക് നടക്കാം. മിററ്റ് മെട്രോൻ്റെ ട്രെയിൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അങ്ങേ അറ്റത്താണ് പ്രീമിയം കോച്ച് വരുന്നത്, ഏറ്റവും ബാക്കിൽ. ഇത് ധൃതിയൊന്നുമില്ല, ഞാൻ പതുക്കെ നടക്കുകയാണ്. കാര്യം ഇതിനകത്ത് കൂടെ അതിനോട്ട് പോകാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും പോയി നോക്കാം. ഇപ്പോൾ പ്രീമിയം കോച്ച് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെപ്പറേറ്റ് പ്രീമിയം ഇതടിക്കണം, എന്നാൽ മാത്രമേ പ്രീമിയം കോച്ച് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇതാണ് പ്രീമിയത്തിൽ കയറാനുള്ള വഴി. ഇനി ഇത് മാത്രം പ്രീമിയം. ഇതൊരു പ്രീമിയം ലൗഞ്ചാണ്. ഞാനിപ്പോൾ ലൗഞ്ച് ഉപയോഗിക്കുന്നില്ല, അങ്ങനെ ട്രെയിനിലോട്ട് കയറുകയാണ്. ഇതാണ് നമ്മുടെ ട്രെയിനിലോട്ട് കയറിയേക്കാം. ഇതാണ് പ്രീമിയം കോച്ച്. പ്രീമിയം കോച്ചിൻ്റെയൊക്കെ ഇത് കണ്ടോ, നല്ല അടിപൊളി സീറ്റുകളാണ്. സീറ്റ് അടിപൊളിയാണെന്ന് മാത്രമല്ല, ഇതിന് നമ്മുടെ ഡ്രോപ്പ് ഡൗൺ ഇതൊക്കെ ഉണ്ട്. ഡോർ അടഞ്ഞു കഴിഞ്ഞു. ഇതിന് മറ്റേ ഡ്രോപ്പ് ഡൗൺ വിൻഡോ ഷെയ്ഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, വെയിലടിച്ച് കഴിഞ്ഞാൽ താത്തിയിടാം, കുക്കൊക്കെ ചെയ്യാം. നമ്മുടെ വന്ദേ ഭാരതിലുള്ള പോലെ. നമ്മുടെ സാധാരണയ്ക്കകത്തത് പറ്റില്ല കേട്ടോ. സാധാരണ എക്കണോമിക്കകത്ത് അതൊന്നും പറ്റില്ല. എക്കണോമിക്കകത്ത് ഫിക്സ്ഡ് ആണ്, നല്ല വെയിലടിക്കും. നമ്മുടെ ട്രെയിൻ ജസ്റ്റ് പുറപ്പെട്ടു. എക്സിക്യൂട്ടീവ് ലൗഞ്ച് എനിക്ക് അങ്ങനെ അധികം കാണിക്കാൻ പറ്റിയില്ല, സോറി. ഒന്നുമില്ല പ്രത്യേകിച്ച്. അവിടെ കുറച്ച് ചെയർസ്, അവിടെ കുറച്ച് ഇരിക്കാൻ നല്ല സൗകര്യമുണ്ട്. പിന്നെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ടോ. ഈ ബാക്കിൽ നമുക്ക് അങ്ങനെ സാധനങ്ങൾ തൂക്കിയിടാനുള്ള ഒരു ഹുക്കുണ്ട്. മാഗസിൻ പൗച്ചുണ്ട്, ബോട്ടിൽ വെക്കാനുള്ള ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇതിനു മുമ്പ് യാത്ര ചെയ്ത മഹാൻ അവൻ്റെ ഇത് എടുത്തുകൊണ്ട് പോയിട്ടില്ല, ഇവിടെ തന്നെ വെച്ചിട്ട് പോയി. മൊത്തത്തിൽ അടിപൊളി. ഇനി നമുക്ക് കോച്ച് മൊത്തത്തിലൊന്ന് നടന്ന് കാണാം കേട്ടോ. ഇവിടെയൊക്കെ തന്നെ വേസ്റ്റ് ഇരിക്കുന്നു കേട്ടോ. ഹൗസ് കീപ്പിംഗുകാർ ക്ലീൻ ചെയ്തിട്ടില്ല, വളരെ മോശം ഹൗസ് കീപ്പിങ്. നമ്മൾ 132 പോയി തുടങ്ങി. ഇത് തൊട്ടപ്പുറത്ത് ആ പാർട്ടീഷൻ ഡോറിന് അപ്പുറത്തുള്ളതാണ് സാധാരണ എക്കണോമിക് ക്ലാസ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ സാധനം കാണിക്കാൻ പറ്റുമായിരുന്നു. ഇതിനകത്ത് നമുക്കിവിടെ ലഗേജ് സ്റ്റോറേജ് ഉണ്ട്, ഇവിടെയും കുറച്ച് ലഗേജ് സ്റ്റോറേജ് ഉണ്ട്. അത് കൂടാതെ ഇവിടെ ഒരു ഇതുണ്ട്, ഡിസ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ജ്യൂസുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. എന്തെങ്കിലും മേടിക്കണം കേട്ടോ. പിന്നെ ഇതിലൊരു മൊബൈൽ മാപ്പുണ്ട്. ഈ മാപ്പ് നമ്മുടെ ലൈവ് ലൊക്കേഷൻ കാണിക്കും, നമ്മൾ എവിടെ എത്തി എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് കാണിക്കും. അതുപോലെ ഈ ഡിസ്പ്ലേയിൽ സ്പീഡും മറ്റ് ഡീറ്റെയിൽസൊക്കെ കാണിക്കും. ഇപ്പോൾ 157 പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ, 158, 159, 160 എത്തി. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പ് എത്താറായി. ചെറുതായിട്ടൊന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തു. അടിപൊളി സെറ്റപ്പാണിത്. ഇപ്പോൾ വന്ദേ ഭാരത്തിൽ മാത്രമല്ല, നമ്മൾ ഇതിലും സീറ്റ് റിവ്യൂ ചെയ്യും. അപ്പോൾ ഇത് ഞാൻ കാണിച്ചായിരുന്നു. ഇവിടെ നല്ലൊരു ഫുഡ് റെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കാല് ചവിട്ടി ഇങ്ങനെ താക്കുന്ന ടൈപ്പ് ഫുഡ് റെസ്റ്റാണ്. മൊത്തത്തിൽ സംഭവം നല്ല കളറാണ്. ഇപ്പോൾ സീറ്റ് കംഫർട്ടിനെ പറ്റി പറയാൻ നല്ല കംഫർട്ടാണ്. ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്, നമ്മുടെ എന്തായാലും പറയുക, ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. സീറ്റ് പുഷ് ബാക്കാണ് കണ്ടോ, സീറ്റ് പൊങ്ങി വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് തന്നെ പുഷ് ബാക്ക് ബട്ടൺ ഉണ്ട്. ഇതിന് സീറ്റ് നമുക്ക് പുഷ് ബാക്ക് ചെയ്യുകയും ചെയ്യാം. സംഭവം കൊള്ളാം, സംഭവം നല്ല സെറ്റപ്പായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പിലെത്തി തിരിച്ച്. അപ്പോൾ അതായത് ഇന്ത്യൻ റെയിൽവേ ട്രാക്കാണ്. ഇതൊരു ട്രെയിനും കൊണ്ട് അതിന് അടിപൊളിയാണ് അല്ലേ. അതിനുള്ള ലക്കി നമുക്കില്ല. Please mind the gap between train and platform while boarding or deboarding train. അപ്പം അങ്ങനെ നമ്മളൊരു RRTS സ്റ്റേഷനിലേക്ക് എത്തി. മോഡി നഗർ നോർത്ത് എന്ന് പറഞ്ഞ സ്റ്റേഷനാണിത്. ഇതാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം സ്ക്രീൻ ഡോറ്. അപ്പോൾ ട്രെയിൻ നിന്ന് കഴിഞ്ഞിട്ട് ഇത് തുറക്കുള്ളൂ. അപ്പോൾ ഇത് ബേസിക്കലി എന്താ വെച്ചാൽ ആൾക്കാർക്ക് ട്രാക്കിലോട്ടൊന്നും വീഴാൻ പറ്റില്ല.
അത് പ്രിവെൻറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. Doors are closing. Please stand clear of the door. ഈ ഡിസ്പ്ലേ നല്ല സൂപ്പറായിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഡിസ്പ്ലേയിൽ ഇനി വരുന്ന സ്റ്റോപ്പ് മോഡിനഗർ സൗത്താണ്, പിന്നെ മുരാദ് നഗർ, ദുഹായി, പിന്നെ 5 സ്റ്റോപ്പും കൂടെ കഴിഞ്ഞിട്ടാണ് ന്യൂ അശോക് നഗർ എത്തുക. നമ്മൾ അതിന് മുമ്പ് ആനന്ദ് വിഹാറിൽ ഇറങ്ങും. अगला स्टेशन मोदी नगर साउथ नमो भारत स्टेशन है. Next station is Modi Nagar South Namo Bharat Station. അപ്പോൾ ഇതിന് ടിക്കറ്റിനെ പറ്റി കുറച്ച് കാര്യം പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് മീററ്റ് സൗത്തിൽ നിന്ന് ആനന്ദ് വിഹാർ വരെ നമുക്ക് 155 രൂപയാണ് പ്രീമിയമിന്. നമ്മൾ വന്നത് എക്കണോമിക്കായിരുന്നു. എക്കണോമിക്ക് നമുക്ക് 130 രൂപയായിരുന്നു. രണ്ടും പേപ്പർ ടിക്കറ്റ്സാണ്. അവർ കാര്യം QR കോഡ് ബേസ്ഡാണ് ഡോറ്. 155 രൂപയ്ക്ക് ഇത് അടിപൊളിയാണ്. നല്ല സീറ്റുകളാണിത്, നല്ല കംഫർട്ടബിളാണ്. ശരിക്കും പുഷ് ബാക്ക് സീറ്റിൽ നിങ്ങൾക്ക് കാണാം. നല്ല പുഷ് ബാക്ക് സീറ്റാണ്, നല്ല കംഫർട്ടബിളായിട്ടുള്ള സീറ്റാണ്. സുഖമായിട്ടിരുന്ന് പോകും. നല്ല AC ഉണ്ട്. തിരക്ക് ഇതൊന്നും കൊള്ളണ്ട. ആകെ അരമണിക്കൂർ കൊണ്ട് നമ്മൾ മേരട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇവിടെ എത്തും, നമ്മുടെ ആനന്ദ് വിഹാറിലെത്തും. ഇത് അധികം താമസിച്ചത് ഹസ്രത്ത് നിസാമുദ്ദീനിലെ കൂടി ഓടി തുടങ്ങും എന്നാണ് പറയപ്പെടുന്നത്. ഹസ്രത്ത് നിസാമുദ്ദീനോട് കൂടി തുടങ്ങി കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 40 മിനിറ്റ് 45 മിനിറ്റ് കൊണ്ട് ഹസ്രത്ത് നിസാമുദ്ദീനിലെത്തും. എക്സിസ്റ്റിംഗ് ബൈ റോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പിലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ബൈ റോഡ് അത് 3 മണിക്കൂറൊക്കെ കാണിക്കുന്നത്. അതിന് പറയുകയാണെങ്കിൽ 45 മിനിറ്റിലെത്തുന്നത്. അതുകൊണ്ട് എന്താ പറയുന്നത്, വളരെ സൂപ്പറായിട്ടുള്ള സംഭവമാണ്. നമ്മൾ തീർച്ചയായിട്ടും ഈ സാധനം നമുക്ക് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വേണം. സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ വേണം. അതുപോലെ തമിഴ്നാട് ഇപ്പോൾ കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ സേലം റൂട്ടിൽ ഒരെണ്ണം പ്രപ്പോസ് ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്ന് ഏതൊക്കെ 1-2 റൂട്ടുകൾ തമിഴ്നാട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കർണാടകയിലും മൈസൂർ, ബാംഗ്ലൂർ അങ്ങനെ ഏതൊക്കെ റൂട്ടുകൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നമ്മുടെ ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി എന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എറണാകുളം കോയമ്പത്തൂർ RRTS വേണം. ട്രെയിനിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് കണ്ടോളൂ. കാര്യം ഞാൻ നേരെ വന്നെങ്കിൽ ഇരുന്നായിരുന്നല്ലോ. ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയേഴ്സ് കണ്ടോളൂ. അടിപൊളിയല്ലേ? നമ്മളിപ്പോൾ ജസ്റ്റ് അടുത്ത സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അങ്ങോട്ടാണ് ഇവർ ഡിപ്പോ വരുന്നത്. അങ്ങോട്ട് ട്രെയിൻ പോകുന്നുണ്ട് ഒരെണ്ണം. അവിടെ ആയിട്ടാണ് ദുഹായി ഡെപ്പോ. ദുഹായി ഡെപ്പോയിലാണ് ഇവരുടെ മെയിൻ്റനൻസ്. അവിടുന്ന് ക്ലിയർലി കാണാൻ പറ്റുന്നില്ല. ഡോർ ഓപ്പൺ ആയിട്ടില്ല. നമ്മൾ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഡോർ ഓപ്പൺ ആവുള്ളൂ. അല്ലാണ്ട് ഡോർ ഓപ്പൺ ആവില്ല. നമുക്ക് ഇതൊന്ന് ട്രൈ നോക്കാം. എനിക്കിതൊന്ന് ട്രൈ നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് മേടിക്കാം. അപ്പോൾ ഇവിടുന്ന് സാധനം മേടിക്കാൻ അവർ ക്യാമറ ഉപയോഗിച്ച് ഇതിൽ സ്കാൻ ചെയ്യാനാണ്. സ്കാൻ ചെയ്യുമ്പോൾ അവരെ ഒരു വെബ്സൈറ്റ് തുറക്കും. ആ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. പ്രൊസീഡ്. ഇത് ബ്ലൂടൂത്ത് വഴിയൊക്കെയാണല്ലേ സംഭവങ്ങളല്ലോ. ഇങ്ങനെ എടുക്കാം നമുക്ക്. അപ്പോൾ ഞാനൊരു എപ്പിഗാമിയ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എടുക്കാം. ഒറ്റ ഐറ്റം മതി. അല്ലാണ്ട് ഒരു ഐറ്റം കൂടെ എടുക്കാം നമുക്ക്. അതും പിന്നെ ഒരു നട്ട് ക്രാക്ക് 2 ഐറ്റം എടുക്കാം. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഇതുവഴി കൊടുത്തു. പേയ്മെൻറ്റ് വഴി ഇത് കൊടുത്തു. പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സാധനം നോക്കുന്നുണ്ട്. ഓർഡർ കിട്ടണം. ഒരു പ്രൊഡക്റ്റ് താഴോട്ട് വീണു. അതിനടുത്ത പ്രൊഡക്റ്റ് അതും താഴെ വീണു. അത്രേ ഉള്ളൂ. സാധനം നമ്മുടെ ഐറ്റംസ് റെഡി. നമുക്ക് ഐറ്റംസ് ഇവിടുന്ന് എടുക്കാം. ഇവിടുന്ന് ഐറ്റംസ് എടുക്കാം. അത്രേ ഉള്ളൂ. സൂപ്പർ. അപ്പോൾ ഇങ്ങനത്തെ വെൻഡിങ് മെഷീൻസൊക്കെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിലും വേണ്ടേ? ട്രെയിനുകൾ അറ്റ്ലീസ്റ്റ് AC കോച്ചുകളൊക്കെ വെച്ച് അടിപൊളിയായിരിക്കില്ല. നമുക്ക് അത് തന്നെ പോയി എടുക്കാം. MRPക്ക് സാധനം നമ്മൾ ഗാസിയാബാദിലെ നമോ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തണം. അങ്ങ് ദൂരെ കാണുന്നതാണ് റെഡ് ലൈൻ മെട്രോ സ്റ്റേഷൻ. അവിടെ നിന്ന് മാറി ഡൽഹി മെട്രോയിൽ പോകുമെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ സ്റ്റേഷൻ ഇത് അത്യാവശ്യം 3 ലൈനുള്ള സ്റ്റേഷനാണ്. അപ്പോൾ ഇന്ന് ഷോർട്ട് ലൂപ്പ് ട്രെയിനുകളൊക്കെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയായിരിക്കും അതിങ്ങനെ എക്സ്ട്രാ പണം വെച്ചിരിക്കുന്നു.
നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു അമൃത് ഭാരത് കിടക്കായിരുന്നു. ഇപ്പോൾ ഒരു വാപ്പ് 7 ഹോളിൽ ട്രെയിൻ ഇറങ്ങി പോകുന്നതാണ്. നമ്മുടെ ട്രെയിനിൻ്റെ സ്പീഡ് കാരണം ക്യാമറയുടെ സെൻസറിന് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. साहिबाबाद नमो भारत स्टेशन दरवाजे बाईं तरफ खुलेंगे. कृपया ट्रेन में चढ़ते या उतरते समय നമ്മളങ്ങനെ നമ്മുടെ എന്താ പറയുക സാഹിബാബാദ് കഴിഞ്ഞു. അടുത്ത സ്റ്റേഷൻ നമുക്ക് ഇറങ്ങേണ്ട ആനന്ദവിഹാറാണ്. അത് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ എലിവേറ്റഡ് സെക്ഷനിൽ തന്നെയാണ്. അല്പസമയത്തിനുള്ളിൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് സെക്ഷനിലേക്ക് കടക്കും. അണ്ടർഗ്രൗണ്ട് സെക്ഷനിൽ കയറി കഴിയുമ്പോൾ ഇതിൻ്റെ സ്പീഡ് കുറയും. എലിവേറ്റഡ് സെക്ഷനിലാണ് ഈ പറയുന്നത് 120 പോകുന്നത്. ഇപ്പോൾ 126 പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 130 എത്തി. നല്ല പിക്കപ്പാട്ടോ ഇതിന്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല പിക്കപ്പാണ്. പോകുന്നുണ്ടോ, സ്പീഡ് ഉണ്ടോ? അപ്പുറത്ത് കാണുന്ന ഒരു ബ്ലൂ ലൈൻ മെട്രോ ആണ്. നമ്മൾ അണ്ടർഗ്രൗണ്ടിലോട്ട് കയറാണ്. വൈശാലി ബ്ലൂ ലൈൻ മെട്രോ വരുന്നത് നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് കയറി. അണ്ടർഗ്രൗണ്ടിലോട്ട് കയറിയപ്പോൾ നമ്മുടെ സ്പീഡ് കുറച്ച് കൊണ്ടുവന്നു കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ തുറക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കണക്ഷൻ കിട്ടുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിനിപ്പോൾ ഇവിടുന്ന് പിങ്ക് ലൈനിൽ കയറി യാത്ര തുടരും. ഇവിടെയാണ് ആനന്ദ് വിഹാർ ടെർമിനസ് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ ക്ലോസ് ആവുകയാണ്. ഇതായിരുന്നു പ്രീമിയം ക്ലാസ്. ഇവരിവിടെ വേസ്റ്റ് ബിൻ ഒന്നും വെച്ചിട്ടില്ല. വേസ്റ്റ് ബിൻ അറ്റ്ലീസ്റ്റ് ഇവിടെ കാണുന്നതൊന്നും വെച്ചിട്ടില്ല. ചാർജിങ് പോയിൻ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ചാർജിങ് പോയിൻ്റ് വ്യത്യസ്തമാണ്. ഇതിനകത്ത് നമുക്ക് മൊബൈലും ലാപ്ടോപ്പും കണക്ട് ചെയ്യാം. സാധാരണ പ്ലഗ് പോയിൻ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രീമിയത്തിൽ. എക്കണോമിയിൽ പ്ലഗ് പോയിൻ്റ് ഇല്ല. എക്കണോമിയിൽ USB മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്കണോമിയിൽ ഈ ബ്ലൈൻഡ്സും ഉണ്ടാവില്ല. USB ചാർജിങ് പോയിൻ്റാണ്. സീറ്റിന് പുഷ് ബാക്ക് ഇല്ല. ഇതിന് ഈ പറഞ്ഞ 3 ഫീച്ചേഴ്സും ഉണ്ട്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുള്ള പോലെ നമുക്ക് ടോക്ക് ബാക്ക് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഓപ്പറേറ്ററെ വിളിച്ച് സംസാരിക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓപ്പറേറ്ററെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മളെത്തി ആനന്ദ് വിഹാറിൽ. ഇവിടെ പ്രീമിയം ലൗഞ്ച് ഉണ്ട്. ഇപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ട്രെയിൻ ജസ്റ്റ് വന്നു. അത് അലൈൻ ചെയ്യാൻ വേണ്ടി പതുക്കെ ഓടിക്കുന്നു കേട്ടോ. ഇപ്പോൾ അലൈനായി. ബട്ടൺ പ്രസ് ചെയ്ത് ഡോർ തുറക്കും. ഇതാണ് ഞാനീ പറഞ്ഞ പ്രീമിയം ലൗഞ്ച് എന്ന് പറഞ്ഞ സാധനം. ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രീമിയം ലൗഞ്ച്. ഇപ്പോൾ സമയം 4:41. എനിക്ക് നിസാമുദ്ദീനിലേക്ക് പോകണം. അടിപൊളിയല്ലേ സംഭവം. ഇതിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടിക്കറ്റ് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. നമ്മുടെ ടിക്കറ്റ് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ടിക്കറ്റ് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ ഡോർ ഉറക്കുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് പുറത്തിറങ്ങി ഇനി നമ്മൾ സ്റ്റെയർ കയറി മുകളിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഒന്നും കൂടി സ്വൈപ്പ് ചെയ്യണം. എന്നാൽ നമുക്ക് സ്റ്റേഷനിൽ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അപ്പോൾ പോകാനുള്ള മെട്രോ വരുന്നുണ്ട്. സമയം 5 ആവുന്നു. ഞാൻ 5 ആകുമ്പോഴേക്കും തിരിച്ച് നിസാമുദ്ദീൻ എത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. നമ്മളിവിടെ നിന്നൊരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ച് നിസാമുദ്ദീനിലേക്ക് വരുന്നുള്ളൂ. മജ്ലിസ് പാർക്കിലേക്കുള്ള ട്രെയിനുണ്ട്. ഇവിടെ ഓവർ ഹെഡ് ട്രാക്ഷൻ കേട്ടോ. OHC ആണ് ഇവിടെ. ബാംഗ്ലൂരും കൊച്ചിയും വരെ 3rd ലൈൻ അല്ല. ഇതൊരു ഡ്രൈവർലെസ് മെട്രോ എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയിരുന്നു. പുറകെ നമുക്ക് നമ്മുടെ വിസ്ത ഡോം കോച്ചിലേക്ക് യാത്ര ചെയ്യുന്ന 3 വിഷ്വൽസ് കാണാം.
Mayur Vihar Pocket 1. उपयोग करें और अपने मेट्रो सफर के साथ ऑटो या बाइक टैक्सी बुक करें। कृपया दरवाजों से हटकर खड़े हों। Please stand away from the doors. രീതിയിൽ വെള്ളം മുങ്ങിയിടുന്നതാണ് കേട്ടോ. കണ്ടോ, നല്ല വെള്ളപ്പൊക്കമാണ്. വെള്ളം നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. ചില റാമ്പൊക്കെ മുങ്ങി തന്നെ പോയിട്ടുണ്ട്. കണ്ട യമുനാ നദി. Thermos or transistor. It could be a bomb. Inform the metro വെള്ളപ്പൊക്കം കണ്ടില്ല, നല്ല വെള്ളമുണ്ട്. അതാണ് യമുനാ നദി. or the nearest metro officials. ഇത് കഴിയുമ്പോൾ ട്രെയിൻ അണ്ടർഗ്രൗണ്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് അണ്ടർഗ്രൗണ്ടോട് കയറി. അപ്പോൾ അങ്ങനെ നമ്മൾ ഡൽഹി മെട്രോൻ്റെയും അതുപോലെ നമ്മുടെ RRTSൻ്റെ എക്സ്പ്ലോറേഷൻ തീർത്തിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടാന്നിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി മറ്റൊരു പുതുപുത്തൻ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ദിസ് ഇസ് ബിനേഷ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you again in another video. Until then, bye-bye.